ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയ പരാതിയിൽ നിർണായക നീക്കവുമായി പോലീസ്. അതിജീവിതയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. മുൻകൂർ ജാമ്യ ഹർജി നൽകി രാഹുൽ. ചേലക്കരയിൽ SIR ഡ്യൂട്ടിക്ക് എത്തിയ വനിതാ ബൂത്ത് ലെവൽ ഓഫീസറെ അസഭ്യം പറഞ്ഞ യുവാവ് അറസ്റ്റിൽ. ചേലക്കര പത്തുടി സ്വദേശി മധുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഭർതൃവീട്ടിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിശദമായ അന്വേഷണ റിപ്പോർട്ട് തേടി വനിതാ കമ്മീഷൻ അധ്യക്ഷ. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രവാസി വ്യവസായിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. റാഫേൽ പോഴാലിപ്പറമ്പിലിനായാണ് ലുക്കൌട്ട് നോട്ടീസ്. റാഫേലിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. വാർത്തകൾ വിശദമായി. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയ പരാതിയിൽ നിർണായക നീക്കവുമായി പോലീസ്. അതിജീവിതയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. നെയ്യാറ്റിൻകര JFMC 17-നാണ് രഹസ്യമൊഴി നൽകിയത്. രാഹുലിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തി എന്നീ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. രാഹുൽ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്നും ഇതിനായി ഭീഷണിപ്പെടുത്തി എന്നും അതിജീവിത പോലീസിന് മുന്നിൽ മൊഴി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പീഡന കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും 15-ൽ അധികം പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരമെന്നും BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, വലിയ മാനങ്ങളുള്ള കേസാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കും. ഇത് ഓർഗനൈസ്ഡ് ക്രൈമാണ്. ഇരകളിൽ ചിലർ പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ടെന്ന വിവരവും ഞെട്ടിപ്പിക്കുന്നതാണ്. രാഹുലിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ വളർന്നുവരുന്ന അധോലോക സംഘമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത് കോൺഗ്രസിൽ ഇപ്പോൾ പുതുതായി വളർന്നു വന്നിട്ടുള്ള ഒരു അധോലോക സംഘമാണ്. അതിൽ MLA-മാർ മാത്രമല്ല, അതിന് മുകളിലുള്ള ജനപ്രതിനിധികളും ഉണ്ട് എന്നാണ് അണിയറ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിജീവിതകൾ പങ്കുവെക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ കേസ് അന്വേഷണം നടത്തുന്ന സംഘം ഗൗരവമായിട്ട് പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ്. ഒരു പെൺകുട്ടിയുടെ മാത്രം പീഡനത്തിൻ്റെ വിവരങ്ങളല്ല. ശാരീരികമായി പീഡിപ്പിക്കുക, അവരെ ഗർഭിണിയാക്കുക, പിന്നീട് അശാസ്ത്രീയമായിട്ടുള്ള ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, സ്വകാര്യ ചിത്രങ്ങളും ദൃശ്യങ്ങളും പകർത്തുക, അതുപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുക, ഇതെല്ലാം ഈ കേസിൻ്റെ മാനം വലുതാക്കുന്നതാണ്. ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരം അനുസരിച്ച് ചുരുങ്ങിയത് 15 പെൺകുട്ടികളെങ്കിലും പീഡനത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വൈകുന്നത് ഈ കേസിലെ മറ്റ് ഇരകൾ അവരുടെ പക്കലുള്ള വിവിധങ്ങളായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാൻ പ്രതിക്കും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾക്കും അതുവഴി സാധിക്കും. ഇന്നലെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ പോലീസ് വലിയ അമാന്തമാണ് കാണിച്ചത്. രക്ഷപ്പെടാൻ പഴുതുകൾ ഒരുക്കുകയാണോ എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. ഇന്ന് ഇത്ര സമയമായിട്ടും പ്രതിയെ സംബന്ധിച്ച് ഒരു സൂചനയും പോലീസിന് ഇല്ല എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ കഴിവിനെക്കുറിച്ച് അറിയുന്നവരാരും ശരിയായി അത് വിശ്വസിക്കാൻ പോകുന്നില്ല. സംഘടിത കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. MLA ആയിട്ടുള്ള രാഹുലിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ്. സാമൂഹ്യദ്രോഹികളുടെ കൂടാരമായി പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി മാറിക്കഴിഞ്ഞുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു.
വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്കെത്തിയ വനിതാ ബൂത്ത് ലെവൽ ഓഫീസറെ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ യുവാവിനെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ചേലക്കര പത്തുടി സ്വദേശി മധുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തീവ്ര വോട്ടർ പട്ടിക പുതുക്കുന്നതിനായി നൽകിയ ഫോം തിരികെ വാങ്ങാനെത്തിയ ഉദ്യോഗസ്ഥയ്ക്ക് നേരെയാണ് യുവാവ് മോശമായി പെരുമാറിയത്. BLO ഇലക്ഷൻ വകുപ്പിന് നൽകിയ പരാതി പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഭർതൃവീട്ടിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മാട്ടുമല മാക്കൂത്ത് വീട്ടിൽ ഷാരൂണിന്റെ ഭാര്യ 20 വയസ്സുള്ള അർച്ചനയാണ് ബുധനാഴ്ച പൊള്ളലേറ്റ് മരിച്ചത്. യുവതിയുടെ കുടുംബം സ്ത്രീധന പീഡനം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള സാഹചര്യത്തിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു. പരിഷ്കൃതമെന്ന് നാം വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ ഇപ്പോഴും സ്ത്രീധനത്തിന്റെ പേരിൽ മരണങ്ങൾ ഉണ്ടാകുന്നു എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമപരമായി ചെയ്യാവുന്നതെല്ലാം ഉറപ്പാക്കും. കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും P. സതീദേവി പറഞ്ഞു. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രവാസി വ്യവസായിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. റാഫേൽ പോഴോലിപ്പറമ്പിലിനെ ഇരിങ്ങാലക്കുടയിലെ വീട്ടിൽ പോലീസ് എത്തി പരിശോധന നടത്തി. സിനിമാ വിതരണത്തിലെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി റാഫേലുമായി തർക്കം നിലനിന്നിരുന്നതായി സുനിൽ പറഞ്ഞിരുന്നു. ഇരിങ്ങാലക്കുടയിലെ മാസ് തിയേറ്റർ ഉടമയാണ് റാഫേൽ. കഴിഞ്ഞ 20-നായിരുന്നു വെളപ്പായിലെ വീടിന് മുന്നിൽ വെച്ച് സുനിൽ ആക്രമിക്കപ്പെട്ടത്. കേസിൽ 3 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 3 ലക്ഷം രൂപയ്ക്കാണ് പ്രവാസി വ്യവസായി കൊട്ടേഷൻ നൽകിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ ഷൊർണൂർ റോഡിൽ പാടൂക്കാട് സ്വകാര്യ ബസ്സിനിടയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പുല്ലഴി സ്വദേശി മുരുത്തോണിക്കാട് വീട്ടിൽ ആന്ത്രോസ് ആണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സിനിടയിലേക്ക് വീണാണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചത്. മൃതദേഹം തൃശൂർ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. വിയൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കാട്ടൂർ ചെമ്പഞ്ചാലിൽ UDF LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണ വസ്തുക്കൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചതായി പരാതി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് കരാഞ്ചിറ ഡിവിഷനിൽ മത്സരിക്കുന്ന അംബുജ രാജിന്റെയും 14-ാം വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി PS മനുവിന്റെയും ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളുമാണ് സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. ഇത് സംബന്ധിച്ച് കാട്ടൂർ പോലീസിൽ പരാതി നൽകി. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. കാട്ടൂരിലെ സമാധാന അന്തരീക്ഷത്തിലുള്ള മത്സരത്തെ തകർക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ആക്രമണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ പറഞ്ഞു. ഗുരുവായൂർ ഏകാദശി തിങ്കളാഴ്ച ആഘോഷിക്കും. വൻ ഭക്തജന തിരക്കാണ് ഗുരുവായൂരിൽ പ്രതീക്ഷിക്കുന്നത്. ദശമി ദിനമായ ഞായറാഴ്ച പുലർച്ചെ തുറക്കുന്ന ക്ഷേത്രനട ദ്വാദശി ദിനം രാവിലെ വരെ തുടർച്ചയായി 54 മണിക്കൂർ തുറന്നിരിക്കും. ഞായറാഴ്ച പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറും. ദശമി ദിനമായ ഞായറാഴ്ച ഗുരുവായൂർ കേശവൻ അനുസ്മരണവും നടക്കും. ബാംഗ്ലൂരിൽ കുളിമുറിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന എരുമപ്പെട്ടി സ്വദേശിയായ യുവാവ് മരിച്ചു. തിപ്പല്ലൂർ ചിച്ചിലപ്പള്ളി പരേതനായ സേവ്യർ മകൻ 29 വയസ്സുള്ള സനുവാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് കുളിമുറിയിൽ വീണത്. ഗുരുതരമായി പരിക്കേറ്റ സനു തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. പിതാവ് സേവ്യറിന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞയാഴ്ച നാട്ടിൽ വന്നിരുന്നു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ കലോത്സവം ചാലക്കുടി വ്യാസ വിദ്യാനികേതനിൽ ആരംഭിച്ചു. നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടി ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ അധ്യക്ഷൻ KS ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ശ്രീകാന്ത്, ഗുരുപദം, സൗമ്യ സുരേഷ്, MV വിനോദ്, G പത്മനാഭസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ 1500 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധിച്ച കണ്ണി വലിപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് തീരത്തോട് ചേർന്ന് അനധികൃത മീൻപിടുത്തം നടത്തിയ 2 ബോട്ടുകൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. അഴീക്കോട് കമ്പനിക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് ബോട്ടുകൾ പിടിച്ചെടുത്തത്. എറണാകുളം മുനമ്പം സ്വദേശികളായ മോഹൻലാൽ, ചാർലി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള ബോട്ടുകളാണ് പിടികൂടി പിഴ ഈടാക്കിയത്. തിരുവില്ലാമല പുനർജനി നൂഴലിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ഡിസംബർ 1-നാണ് തിരുവില്ലാമല വില്വാതിരിനാഥ ക്ഷേത്രത്തിലെ പുനർജനി നൂഴൽ.
ഡിസംബർ 1 പുലർച്ചെ ക്ഷേത്രത്തിൽ നിന്ന് നാമജപ ഘോഷയാത്രയോടുകൂടി ക്ഷേത്രം ജീവനക്കാരും മേൽശാന്തിയും ഭക്തരും ഗുഹാമുഖത്തെത്തി പ്രത്യേക പൂജയ്ക്ക് ശേഷമാണ് പുനർജനി നൂഴൽ ആരംഭിക്കുന്നത്. ദേവഗുരു ബൃഹസ്പതിയുടെ ഉപദേശപ്രകാരം വിശ്വകർമാവിനാൽ പണികഴിപ്പിച്ചതാണ് പുനർജനി ഗുഹ എന്നാണ് ഐതിഹ്യം. പുനർജനി നൂഴുന്നതിലൂടെ പൂർവ്വജന്മങ്ങളിലെയും ഈ ജന്മത്തെയും പാപങ്ങൾ ഒടുങ്ങി മോക്ഷപ്രാപ്തി കൈവരുമെന്നുമാണ് വിശ്വാസം. 1000-ഓളം ആളുകൾക്ക് മാത്രം അവസരമുള്ള പുനർജനി നൂഴലിന് 10,000-ത്തിലധികം പേർ സാക്ഷികളാകാനെത്തും. തിരുവില്ലാമല പഞ്ചായത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും സഹകരണത്തോടെ വിപുലമായ സൗകര്യങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തുന്നത്. പുനർജനി നൂഴാനുള്ള ടോക്കൺ തലേദിവസം വൈകിട്ട് 5 മുതൽ തിരുവില്ലാമല ദേവസ്വം ഓഫീസിൽ നിന്ന് വിതരണം ചെയ്യും. ടോക്കൺ എടുക്കാൻ വരുന്നവർ ആധാർ കാർഡിന്റെ കോപ്പി കൊണ്ടുവരണമെന്ന് തിരുവില്ലാമല ദേവസ്വം മാനേജർ വിജയകുമാർ അറിയിച്ചു. TCV ന്യൂസ്, തിരുവില്ലാമല. ഏകാദശിയോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സമ്മേളനവും കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും ഡിസംബർ 1 നടക്കുമെന്ന് അറിയിച്ചു. രുക്മണി റീജൻസിയിൽ രാവിലെ 9 ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനം കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു എസ് നായർക്ക് പുരസ്കാരം സമ്മാനിക്കും. പൈതൃകം ഭാരവാഹികളായ പ്രൊഫസർ വൈശ്രവണത്ത്, M. നാരായണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് രവി ചക്കത്ത്, അഡ്വക്കേറ്റ് C. രാജഗോപാൽ, മധു K. നായർ, KK വേലായുധൻ, ഡോക്ടർ KB പ്രഭാകരൻ, മണലൂർ ഗോപിനാഥ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ 1,73,00,000 രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതി പിടിയിൽ. പെരിന്തൽമണ്ണ സ്വദേശി അറക്കപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് അൻവറാണ് തൃശൂർ റൂറൽ പോലീസിന്റെ പിടിയിലായത്. വെളുത്തൂർ സ്വദേശിയുടെ പരാതിയിലാണ് നടപടി. റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ SHO PS സുജിത്, SI രമ്യ കാർത്തികേയൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. തൃശൂർ കോർപ്പറേഷൻ 11ാം ഡിവിഷനിൽ മുക്കാട്ടുകരയിൽ തിരഞ്ഞെടുപ്പ് ആവേശം ഉയരുകയാണ്. പ്രദേശത്തെ അടിസ്ഥാന സൗകര്യങ്ങളും വികസന ആവശ്യങ്ങളും മുഖ്യ വിഷയങ്ങളായി ഉയരുന്ന പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പ്രവർത്തന പദ്ധതികൾ വ്യക്തമാക്കുകയാണ്. തൃശൂർ കോർപ്പറേഷൻ 11ാം ഡിവിഷൻ മുക്കാട്ടുകരയിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ദേവരാജൻ കോച്ചാട്ടിലാണ്. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, എവിടം വരെയായി പ്രചരണം? ഒരു റൗണ്ട് കഴിഞ്ഞു, രണ്ടാമത്തെ റൗണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ? നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. എങ്ങനെയുണ്ട് നാട്ടുകാരുടെ ആയാലും വീട്ടുകാരുടെ ആയാലും സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും ജയിക്കും തന്നെ പറയുന്നത്. നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും നല്ലൊരു പ്രതികരണം തന്നെ തരുന്നത്. അപ്പോൾ വിജയപ്രതീക്ഷയൊക്കെ എത്രത്തോളം ഉണ്ട്? വിജയ 100% ഉണ്ട്. 100% ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ വിജയിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള വികസനമായിരിക്കും ഏറ്റവും ആദ്യം നടപ്പിലാക്കുക? നമ്മുടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളക്കെട്ടുണ്ട്, കുറേ ആ വെള്ളക്കെട്ട് മാറ്റണം. പിന്നെ റോഡുകൾ പകുതിയായിട്ട് 10 കൊല്ലമായിട്ട് റോഡ് പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്, എടുത്തിട്ട് പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്. അതൊന്ന് ശരിയാക്കണം. നല്ലങ്കര മുക്കാട്ട നെട്ടിശ്ശേരി 3 ഭാഗം കിടക്കണ ഭാഗം. ഈ ഭാഗങ്ങൾ കുറേ വികസനങ്ങൾ നടത്താനുണ്ട്. പിന്നെ വയോജനങ്ങൾക്കൊരു വിശ്രമ കേന്ദ്രം ഇല്ല ഇവിടെ, അത് ചെയ്യണ. ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ല, അങ്ങനെ കുറേ ലൈബ്രറി ഇല്ല, വായിക്കാനായിട്ട് ലൈബ്രറി ഇല്ല. കാർഷിക മേഖല കണ്ടമാനം ഇതായിട്ട് കിടക്കണം. കാർഷിക മേഖല ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതായത് വർഷകാലം നിറച്ച് വെള്ളം നിറയും, അതിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പറ്റി ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഫുൾ ടൈം 24 മണിക്കൂറും നമ്മൾ ഇതിൻ്റെ പിന്നാലെ നിൽക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു പെൺകരുത്താണ് മുക്കാട്ടുകരയിൽ UDF വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ശ്യാമള മുരളീധരൻ. എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ, അതായത് 1ാം ഘട്ടം പൂർത്തിയായി, 2ാം ഘട്ടം പകുതി കഴിയുന്നു. നല്ല രീതിയിൽ തന്നെ നല്ല പോലെ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി ഞാൻ പ്രചരണം നടത്തിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ 100% വിജയപ്രതീക്ഷ ഉണ്ടോ?
നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ 10 വർഷമായിട്ട് ഒല്ലൂക്കര 15-ാം ഡിവിഷൻ്റെ പ്രതിനിധിയാണ്. ഇപ്പോൾ എൻ്റെ ഡിവിഷൻ്റെ ഒരു ഭാഗം തന്നെ എനിക്ക് മുക്കാട്ടുകര 11-ാം ഡിവിഷനിലേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതലുണ്ട്. എന്നാലും അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ശ്യാമളേച്ചിയല്ലേ, ഞങ്ങൾക്ക് അറിയാവുന്ന ആളാണെന്നുള്ള പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? സ്ത്രീകൾക്ക് വേണ്ടി അവരെന്ത് പറയുന്നു, വീട്ടമ്മമാർ എന്ത് പറയുന്നു, എനിക്കാവുന്നതാണ്. ഞാൻ ഈ 10 വർഷമായിട്ട് അവർക്കറിയാം എന്നെ, ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ആവുന്നത് എന്തും ഞാൻ അവരുടെ ഒപ്പം നിന്ന് ചെയ്തു കൊടുക്കും. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടോ? വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. മക്കളായാലും ഹസ്ബൻഡ് കൂടെ എല്ലാ ദിവസവും വരും. പിന്നെ മക്കളായാലും വീട്ടിൽ ഒപ്പം നിന്ന്, എൻ്റെ 2 മക്കളുടെ കല്യാണം ഇപ്പോൾ അടുത്താണ്. ഈ 16-ാം തീയതി കല്യാണം കഴിഞ്ഞിട്ട് 17-ാം തീയതി തൊട്ടാണ് ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയത്. അവരാ 2 വന്ന കുട്ടികളും നല്ല രീതിയിൽ തന്നെ അമ്മ എവിടേക്ക് വേണമെങ്കിലും പോയി വർക്ക് ചെയ്തോളോ, ഞങ്ങളിവിടെ ചെയ്തോളാം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മക്കൾ. ഇടതുപക്ഷ പാരമ്പര്യത്തിന്റെ ആവേശവും ആത്മവിശ്വാസവുമായാണ് എം എ പോളി മുക്കാട്ടുകരയിൽ കന്നിയംഗത്തിന് ഇറങ്ങുന്നത്. ചേട്ടാ, പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണയ്ക്ക് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. വളരെ ആത്മവിശ്വാസത്തിലാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും. ഇപ്പോൾ വീട്ടിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും എല്ലാവിധ സപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നു. അതിന് മുന്നേ എൻ്റെ അപ്പൻ സ്ഥാനാർത്ഥിയായിരുന്നു. എൻ്റെ സഹോദരൻ്റെ ഭാര്യ അവരും ഇവിടെ കൗൺസിലിൽ സ്ഥാനാർത്ഥിയായിരുന്നു. എൻ്റെ സഹോദരൻ കേരള കോളേജിലെ ചെയർമാന് ബാസ്റ്റിൻ. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊക്കെയുള്ള വീടാണ്. ചേട്ടൻ ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഈ വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ആദ്യകാലത്ത് റോഡിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ റോഡുകളുടെ പണികളൊക്കെ പൂർത്തിയായി. ഇവിടെ യാതൊരു വിധത്തിലുള്ള റോഡുകളുടെ ഒരു വിഷയമില്ല. കുടിവെള്ളത്തിന് വിഷയമുള്ള ഒരു ഡിവിഷനല്ലത്. എങ്കിലും വളരെ അപൂർവമായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രം വെള്ളത്തിൻ്റെ ചെറിയ ഇതുണ്ടായിരുന്നു. അതും നിങ്ങൾ കൊടുത്ത് തീർത്തു. അവർക്ക് വെള്ളത്തിന് ആവശ്യം ഉണ്ടായിട്ടല്ല എന്നിരുന്നാൽ തന്നെ അവിടേക്ക് ആ കണക്ഷൻ വേണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അവർ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുക്കാട്ടുകരയിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. 5 പതിറ്റാണ്ടോളമായി കൊടുങ്ങല്ലൂർ നഗരസഭ ഭരിക്കുന്ന LDFനും ഭരണം സ്വപ്നം കാണുന്ന BJPക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് അഗ്നിപരീക്ഷയാണ്. ഇക്കുറി നിർണായക ശക്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന് വേദിയാകുകയാണ് കൊടുങ്ങല്ലൂർ. LDFും BJPയും നേർക്കുനേർ മത്സരിക്കുന്ന കൊടുങ്ങല്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പതിവിൽ കവിഞ്ഞ ആവേശം താഴെത്തട്ടിൽ പ്രകടമാണ്. ഏതാനും ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുമ്പോൾ ഫലം എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. LDFിൽ CPMും CPIയും മാത്രമാണ് മത്സര രംഗത്തുള്ളത്. മറ്റു ഘടകകക്ഷികൾക്ക് സീറ്റ് നൽകിയിട്ടില്ല. NDAയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ BDJSനും സീറ്റില്ല. UDFിൽ കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗിനും RSPക്കും സീറ്റ് ലഭിച്ചിട്ടുണ്ട്. 46 വാർഡുകളുള്ള കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഒട്ടുമിക്ക വാർഡുകളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കോട്ട വാർഡിൽ BJPക്ക് സ്ഥാനാർത്ഥിയില്ല. ഇവിടെ LDFും UDFും നേർക്കുനേർ മത്സരിക്കുകയാണ്. ഒരു വാർഡിൽ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയിരിക്കുകയാണ്. പ്രചരണം 2ാം ഘട്ടം പിന്നിടുമ്പോൾ ഒട്ടുമിക്ക വാർഡുകളിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. രാഷ്ട്രീയം ചർച്ചാ വിഷയമാകുന്നുണ്ടെങ്കിൽ കൂടി പ്രാദേശിക വിഷയങ്ങൾക്കാണ് പ്രാമുഖ്യം. ഭവന സന്ദർശനത്തിൽ ഊന്നിയ പ്രചരണമാണ് വാർഡുകളിൽ പ്രധാനമായും നടക്കുന്നത്. ഡിസംബർ 11 വിധിയെഴുത്ത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള കഠിന പരിശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഒരു ജനപ്രിയ സിനിമയുടെ ക്ലൈമാക്സ് പോലെ, അതല്ലെങ്കിൽ വാശിയേറിയ ഒരു ക്രിക്കറ്റ് കളിയുടെ ഫൈനൽ പോലെ കൊടുങ്ങല്ലൂരിലെ രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ്. അവസാന ലാപ്പിൽ, അവസാന ഓവറിൽ, ക്ലൈമാക്സിൽ ആര് കപ്പടിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ക്യാമറമാൻ ഷിഹാബിനോടൊപ്പം കൊടുങ്ങല്ലൂരിൽ നിന്നും നവാസ് പടിവിങ്കൽ. TCVയുടെ തിരഞ്ഞെടുപ്പ് പ്രോഗ്രാമിൽ ഇനി നേതൃസ്വരം. നേതൃസ്വരത്തിൽ BJP നേതാവ് K. സുരേന്ദ്രൻ. തിരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിച്ചിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ജനത്തിന്റെ മനസ്സിലുള്ളത് എന്താണ് എന്നുള്ളത് അറിയാനായി. ഇപ്പോൾ TCVയുടെ നേതൃത്വത്തിൽ BJPയുടെ മുതിർന്ന നേതാവ് മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ചേരുകയാണ്. നമുക്ക് ആദ്യം തൃശ്ശൂരിനെ കുറിച്ച് തന്നെ ചോദിക്കാം. തൃശ്ശൂർ കോർപ്പറേഷനിൽ വലിയ പ്രതീക്ഷ പുലർത്തി മുന്നോട്ട് പോകുന്നു. ഭരണത്തിലേക്ക് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത്ര നിലയിലേക്ക് എത്തുമോ? ഭരണം പിടിക്കാൻ തന്നെയാണ് ഇത്തവണ NDA. കാരണം ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം, സുരേഷ് ഗോപിയുടെ അത്യുജ്വലമായിട്ടുള്ള വിജയം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം, വികസനം വേണോ NDA വേണം, എങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. ലോക്സഭയിലെ ആ ഒരു തെരഞ്ഞെടുപ്പ് പാറ്റേൺ അത് ഇതിലേക്ക് വരുമോ? ഈ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള വികസന ആവശ്യം ജനങ്ങൾക്കുള്ളത്. കാരണം NDA വന്നാൽ ഇവിടെ ഒരു MP ഉണ്ട്, മന്ത്രിയുണ്ട്,
പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർ കേന്ദ്രത്തിലുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയാമല്ലോ, ഈ LDFനും UDFനെ സഹായിച്ചുകൊണ്ട് ഇവിടെ ഒരു വികസനം വരാൻ പോകുന്നില്ല. ജനങ്ങൾക്ക് വികസനം വേണോ? മോദി സർക്കാരിൽ സ്വാധീനമുള്ള ഒരു കോർപ്പറേഷൻ ഭരണം ഉണ്ടാവണം. എത്രയോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും. കേന്ദ്രം സഹായിച്ചിട്ടും കേരളത്തിൽ വികസനം നടക്കാത്തത് ഈ LDFും UDFും കാരണമാണ്. അത് ജനങ്ങൾക്കറിയാം. ജില്ലയിലെ കണക്കിൽ ഒരു മുനിസിപ്പാലിറ്റി കൂടി BJPയുടെ കണക്കിൽ പറഞ്ഞിരുന്നു, അതേതാണ്? അല്ല, മുനിസിപ്പാലിറ്റി ഒന്ന് എന്നുള്ളതല്ല. ഇത്തവണ വലിയ മാറ്റമാണ് സംസ്ഥാനത്തുണ്ടാവുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒരു മെയിൻ കണ്ടൻഡറായിട്ട് NDA വന്നിരിക്കുകയാണ്. ഒരു പ്രധാന കക്ഷിയായിട്ട് NDA വന്നിരിക്കുക. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഒരുക്കങ്ങൾ തുടങ്ങിയതായി പറയുമ്പോൾ തൃശ്ശൂരിൽ കെ സുരേന്ദ്രന്റെ പേര് കേൾക്കുന്നു. അല്ല, അതൊന്നും തീരുമാനിച്ചിട്ടില്ല. അതൊക്കെ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ തീരുമാനിക്കുള്ളൂ. തീരുമാനിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം വെളിവാവും. ശരി, കെ സുരേന്ദ്രനാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ ബന്ധപ്പെട്ട വിഷയങ്ങൾ TCVയോട് പങ്കുവച്ചത്. മാള ബ്ലോക്ക് തലത്തിലുള്ള ത്രിതല പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. ബെന്നി ബെഹനാൻ MP സംഗമം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ TM നാസർ, VA അബ്ദുൽ കരീം, AA അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സാജൻ കൊടിയൻ, PD ജോസ്, സോയി കോലഞ്ചേരി, EA ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂൾ സേക്രഡ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ PTA അനുമോദിച്ചു. മികച്ച പ്രകടനത്തോടെ സ്കൂളുകളുടെ പട്ടികയിൽ 4ാം സ്ഥാനം സേക്രഡ് ഹാർട്ട് സ്വന്തമാക്കിയിരിക്കുന്നു. അനുമോദന ചടങ്ങിൽ PTA പ്രസിഡന്റ് ഷാജു അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ മേരി സീന സമ്മാനദാനം നിർവഹിച്ചു. മദർ PTA പ്രസിഡന്റ് ഷൈനി ജസ്റ്റിൻ, അധ്യാപകന്മാരായ സീമ ഫ്രാൻസിസ്, VD ലിസമ്മ, KL ഷൈനി എന്നിവർ സംസാരിച്ചു. ഇണചേരൽ കാലമെത്തി. വാഴച്ചാൽ മലനിരകളിൽ മലമുഴക്കി വേഴാമ്പലുകൾ പ്രത്യക്ഷപ്പെട്ടു. കാതടപ്പിക്കുന്ന വേഴാമ്പലിന്റെ കേഴൽ ഉയരമേറിയ മരച്ചില്ലകളിൽ നിന്ന് വിനോദസഞ്ചാരികൾ കേൾക്കുന്നുണ്ട്. ഡിസംബർ പകുതിയോടെയാണ് സാധാരണ ഇവയുടെ ഇണചേരൽ. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ മുട്ടയിടും. മെയ് മാസത്തിലാണ് മുട്ടകൾ വിരിയുന്നത്. മഴയെ ആശ്രയിച്ച് ഇണചേരൽ നേരത്തെ ആകാറുമുണ്ടെന്ന് മേഖലയിൽ പഠനം നടത്തുന്ന വിദഗ്ധർ പറയുന്നു. ഉയരം കൂടിയ മരങ്ങളിൽ കൂടുകൂട്ടുന്ന ഇവ 2 മുട്ടകളിടും. നിബിഡ വനമേഖലയായ വാഴച്ചാലിൽ 120ഓളം മലമുഴക്കി വേഴാമ്പലുകളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലമുഴക്കി വേഴാമ്പലുള്ളത് വാഴച്ചാലിലാണ്. നെല്ലിയാമ്പതി, പറമ്പിക്കുളം വനമേഖലകളാണ് എണ്ണത്തിൽ 2ഉം 3ഉം സ്ഥാനങ്ങൾ. വംശനാശം നേരിടുന്ന ഇവയുടെ ഇപ്പോഴത്തെ അംഗസംഖ്യ സംസ്ഥാനത്ത് 4000-ൽ താഴെയാണെന്ന് ഹോൺബിൽ ഫൗണ്ടേഷൻ സ്ഥാപകൻ KH ഡോക്ടർ അമിതാഭ് ബച്ചൻ പറഞ്ഞു. വാഴച്ചാലിൽ വംശനാശം നേരിടുന്ന മറ്റൊരു കൂട്ടരായ പാണ്ടൻ വേഴാമ്പലുകൾ വാഴച്ചാലിൽ 200ഓളം എണ്ണത്തെ കണ്ടെത്തി. സംസ്ഥാനത്തെ ഇവയുടെ എണ്ണമാകട്ടെ 1000-ൽ താഴെയും. ആനമല പ്രദേശത്ത് കോഴിവേഴാമ്പലുകളെയും ധാരാളം കണ്ടുവരുന്നുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ രാത്രി 11:30 വരെ കേരള തീരത്ത് ഉയർന്ന തിരമാലകൾ മൂലം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുമെന്നും നിർദ്ദേശമുണ്ട്. ആളൂരിൽ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും മൊബൈൽ ഫോൺ വലിച്ചെറിയുകയും ചെയ്തതായി ഹോട്ടൽ ഉടമയ്ക്കെതിരെ പരാതി. നിള ഫുഡ് കോർട്ട് നടത്തിപ്പുകാരനും കണ്ടാലറിയാവുന്ന സ്ത്രീക്കും പുരുഷനും എതിരെയാണ് ആളൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ റോയ് ഫിൽഫ്രഡ് പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് തന്റെ ഓഫീസിലെത്തിയ ഉടമയും സംഘവും ഔദ്യോഗിക രേഖകൾ കീറിയെറിഞ്ഞ ശേഷം മൊബൈൽ ഫോൺ വലിച്ചെറിയുകയും ചെയ്തതായി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. ഇയാളുടെ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാത്തത് ഹെൽത്ത് ഇൻസ്പെക്ടർ ചോദ്യം ചെയ്തതിനുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് കരുതുന്നു. കുഴൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പട്ടം തുരുത്തി മേക്കാട് ശങ്കരൻ നമ്പൂതിരി കൊടിയേറ്റം നിർവഹിച്ചു. ഞായറാഴ്ച വൈകിട്ട് ക്ഷേത്രം ഊട്ടുപുരയിൽ ആനച്ചമയ പ്രദർശനം നടക്കും. ഡിസംബർ 1-നാണ് ഏകാദശി. ഏകാദശി ഉത്സവത്തിൽ 15 ആനകളെ അണിനിരത്തി ശീവേലിയും കാഴ്ച ശീവേലിയും കുടമാറ്റവും നടക്കും. 4-ന് ആറാട്ടിന്റെ ഭാഗമായി ആറാട്ട് സദ്യയുണ്ടാകും. 5-ന് അയ്യപ്പൻ വിളക്കോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും.
കൊട്ടേക്കാട് യുവജന കലാസമിതിയുടെ 9ാമത് NK ദേവസി സ്മാരക അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവം ഡിസംബർ 1 മുതൽ 5 വരെ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിക്കും. തിങ്കളാഴ്ച വൈകിട്ട് ചലച്ചിത്ര നടൻ സുനിൽ സുഗത ഉദ്ഘാടനം ചെയ്യും. യുവജന കലാസമിതി പ്രസിഡന്റ് ഡേവിസ് കണ്ണനായ്ക്കൽ, മറ്റു ഭാരവാഹികളായ CJ ജെൻസൺ, ജോൺസൺ ചിറ്റിലപ്പിള്ളി, CL ഇഗ്നേഷ്യസ്, സാബു ജോൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സംഗീത സംവിധായകൻ ഔസൈ പെച്ചൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റീവ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പിള്ളി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് സേവ് എഡ്യൂക്കേഷൻ കമ്മിറ്റി തൃശൂരിൽ വിദ്യാഭ്യാസ രക്ഷാ സദസ്സ് സംഘടിപ്പിക്കും. ഡിസംബർ 2-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന പരിപാടി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. സേവ് എഡ്യൂക്കേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M ഷാജൻ ഖാൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ, ഡോക്ടർ M പ്രദീപൻ, CR ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എങ്കക്കാട് സംഘടിപ്പിക്കുന്ന ദേശീയ ചിത്രകലാ ക്യാമ്പയിന്റെയും ഗ്രാമീണ കലോത്സവത്തിന്റെയും ബ്രോഷർ പ്രകാശനം ശനിയാഴ്ച നടക്കും. സാഹിത്യകാരി E സന്ധ്യ പ്രകാശനം നിർവഹിക്കും. ഡൽഹിയിൽ നിന്നുള്ള ചിത്രകാരൻ രഞ്ജിത്ത് രാമനാണ് കുട്ടികൾക്കായുള്ള ശില്പശാല നയിക്കുന്നത്. പാടൂർ ഇടിയഞ്ചിറ ഹംസിയ മസ്ജിദിൽ റിഫായ് റാത്തീബ് നടത്തി. മഹൽ ഖത്തീബ് അബ്ദുൾ റഹ്മാൻ ഗൽസാമി നസീയത്ത് മതപ്രഭാഷണം നടത്തി. നൌഷാദ് മുസ്ലിയാർ, മൊയ്തീൻ മുസ്ലിയാർ എന്നിവർ ദുആക്ക് നേതൃത്വം നൽകി. കൺവീനർ അബ്ദുൾ കരിമ്പനാര, അസ്കർ അലി തങ്ങൾ, ഹുസൈൻ തങ്ങൾ എന്നിവർ പങ്കെടുത്തു. ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ മുന്നോടിയായി മാളയിൽ ദീപശിഖ റാലി സംഘടിപ്പിച്ചു. കാർമൽ കോളേജ് കവാടത്തിൽ നിന്ന് ആരംഭിച്ച റാലി മാള SI PM റഷീദ് ഉദ്ഘാടനം ചെയ്തു. കാർമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റിനി റാഫേൽ അധ്യക്ഷയായി. SSK DPO KB ബ്രിജി പദ്ധതി വിശദീകരിച്ചു. ശലഭങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി ദിനാചരണത്തിന്റെ സന്ദേശമായാണ് ദീപശിഖ റാലി നടത്തിയത്. സ്വർണ്ണവിലയിൽ വർധനവ്. ഗ്രാമിന് 65 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 11,775 രൂപയായി. പവന് 520 രൂപയുടെ വർധനവുണ്ടായി. 94,200 രൂപയും ഉയർന്നു. കോടാലി ടൗണിൽ കുടിവെള്ള പൈപ്പ് ലൈനിലെ അറ്റകുറ്റപ്പണിക്കായി എടുത്ത കുഴി ഒരാഴ്ച കഴിഞ്ഞിട്ടും മൂടാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. ബസ് കാത്തുനിൽക്കുന്നതിനു സമീപത്ത് തന്നെ കുഴി തുറന്നു കിടക്കുന്നത് അപകടത്തിന് വഴിവെക്കും. കുഴിയെടുത്തതിനോട് ചേർന്നുള്ള കോൺക്രീറ്റ് തൂൺ എപ്പോൾ വേണമെങ്കിലും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ്. ടൈലുകൾ ഇളക്കി മാറ്റി കുഴിയെടുത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി കുഴിമൂടി കാൽനടയാത്രക്കാരുടെയും വാഹനയാത്രക്കാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്താത്തത് നാട്ടുകാരുടെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. തൃശൂർ പാലസ് ഗ്രൗണ്ടിലെ വാക്കേഴ്സ് ക്ലബിന്റെ സ്പോർട്സ് മീറ്റ് ഞായറാഴ്ച നടക്കും. 360 അംഗങ്ങളുള്ള ക്ലബിൽ 18 വയസ്സ് മുതൽ 92 വയസ്സ് വരെയുള്ള 5 കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ മാറ്റുരയ്ക്കും. സ്പോർട്സ് ഇനങ്ങൾ ഡിസംബർ 7-ന് പാലസ് ഗ്രൗണ്ടിൽ നടക്കും. വാക്കേഴ്സ് ക്ലബ് സെക്രട്ടറി അഡ്വക്കേറ്റ് അക്കിലസ് പോൾ മാളിയെങ്കൽ, MMA റസാഖ്, VV രാമസ്വാമി, അമിത് രാമൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സുകുമാർ അഴീക്കോട് സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 28-ന് തൃശൂർ പ്രസ് ക്ലബ് ഹാളിൽ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. അഴീക്കോട് ജന്മശതാബ്ദിയുടെ ആഘോഷത്തിന്റെ ഭാഗമായാണ് മത്സരം നടത്തുന്നത്. വിജയികൾക്ക് ജനുവരി 24-ന് നടക്കുന്ന ചടങ്ങിൽ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സുകുമാർ അഴീക്കോട് സ്മാരക സമിതി ചെയർമാൻ രാജൻ തലൂർ, മറ്റു ഭാരവാഹികളായ സുനിൽ കൈതവളപ്പിൽ, K വിജയരാഘവൻ, ജഷീൻ പാലത്തിങ്കൽ, സലീം T മാത്യൂസ് എന്നിവർ പങ്കെടുത്തു. സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,775 രൂപ, പവന് 94,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയ പരാതിയിൽ നിർണായക നീക്കവുമായി പോലീസ്. അതിജീവിതയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. മുൻകൂർ ജാമ്യ ഹർജി നൽകി രാഹുൽ. ചേലക്കരയിൽ SIR ഡ്യൂട്ടിക്കെത്തിയ വനിതാ ബൂത്ത് ലെവൽ ഓഫീസറെ അസഭ്യം പറഞ്ഞ യുവാവ് അറസ്റ്റിൽ. ചേലക്കര പത്തുടി സ്വദേശി മധുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വരന്തരപ്പള്ളി മാട്ടുമനയിൽ ഭർത്തൃവീട്ടിൽ ഗർഭിണിയായ യുവതി പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വിശദമായ അന്വേഷണ റിപ്പോർട്ട് തേടി വനിതാ കമ്മീഷൻ അധ്യക്ഷ. രാഗം തിയേറ്റർ നടത്തിപ്പുകാരൻ സുനിലിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രവാസി വ്യവസായിക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കി. റാഫേൽ പൊഴോലിപ്പറമ്പിലായാണ് ലുക്കൌട്ട് നോട്ടീസ്. റാഫേലിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.